ഇറങ്ങിയിട്ട് പീഡിതരായ ആളുകൾ സുരക്ഷിതരാണെന്ന് പറയുന്നതും മനസാക്ഷിയുടെ വഞ്ചനയാണ്. അതൊക്കെയാണല്ലോ ഇപ്പം നടക്കുന്നത്. ഏറ്റവും വലിയ ഒരു സമൂഹം, ലോകത്തെ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന ഒന്നാമത്തതോ രണ്ടാമത്തതോ ആയ ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് നമുക്ക് പറയാനാവുമോ അധികാരിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പീഡിതർ സുരക്ഷിതരാണെന്ന്? അസാമിലേക്ക് ലക്ഷങ്ങൾ അയച്ചു കൊടുക്കുന്ന മനുഷ്യൻ്റെ മനസാക്ഷിയുണ്ടല്ലോ, ആ മനസാക്ഷിയെ അടക്കം വഞ്ചിക്കുകയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? യഥാർത്ഥത്തിൽ ഈ പീഡിതരുടെ മനസാക്ഷിയിൽ കുത്തുകയല്ലേ? റഹ്മത്തും കാരുണ്യവും ഉണ്ടെങ്കിൽ സാധ്യമാകുമോ? അതുകൊണ്ട് ഇത്തരം തിന്മകളെ, അത് ചിലർ ചെയ്താൽ അത് ഞങ്ങളുടെ ആളായതുകൊണ്ട് അത് ശരിയാണെന്ന് പറയുന്ന തരത്തിലുള്ള മനസാക്ഷി വഞ്ചനകളെ ഈ റമദാനിൽ വലിച്ചെറിയാനായോ എന്നോരോ പ്രജയും അനുയായിയും ആലോചിക്കണം. അല്ലാഹുവിനറിയാം അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും. ഒരു കാര്യം തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുകയായിരുന്നുവെന്ന്, ആത്മവഞ്ചന നടത്തുകയായിരുന്നുവെന്ന് അല്ലാഹ്ക്കറിയാം. പീഡനമുണ്ട് എന്നറിയാം, എന്നിട്ടും പീഡനമില്ലെന്ന് പറയുമ്പോൾ അതും അധികാരിയെ പ്രീണിപ്പിക്കാനാകുമ്പോൾ ആത്മവഞ്ചനയാണ്. ആത്മവഞ്ചന. അത് ഞങ്ങളുടെ ആളായതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയുന്നവനും റമദാനിൽ 1000 നോമ്പെടുത്താലും ആത്മവഞ്ചനയുടെ കൊടുംപാപത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ലെന്ന് അറിയാൻ കഴിയുന്ന ബോധ്യം പരിശുദ്ധ റമദാനിൽ ആർജിച്ചെടുത്തുകൊണ്ട് റമദാനോട് വിട പറഞ്ഞാൽ അല്ലാഹു ഇന്നി ഖരീബ് അടുത്തുണ്ടാകും.